അപ്പോൾ അത് 2 വേവായി അല്ലേ, 2 വേവല്ലേ. എന്നാൽ പച്ച നെല്ല് കുത്തിയ അരി, ഉണക്കലരി എന്ന് പറയും, പച്ചരി എന്നൊക്കെയുള്ള രീതിയിൽ കിട്ടും, പക്ഷെ ഉണക്കലരി എന്ന് പറയുന്ന അരിയുണ്ട് അല്ലേ. അത് കഴുകി വൃത്തിയാക്കി ആ അരി വറ്റിച്ചെടുക്കുന്നതിനെയാണ് ഒരിക്കൽ ഊണ് കഴിക്കുക എന്ന് പറയുന്നത്. ആ വറ്റിച്ച ഭക്ഷണം കഴിക്കുന്നതിനാണ് ഒരിക്കൽ ഊണ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. മനസ്സിലായോ? ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരിക്കൽ വറ്റിച്ച ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവിടെ തത്വം വരുന്നത്. അങ്ങനെ ഒരിക്കൽ വറ്റിച്ച ഭക്ഷണം കഴിക്കുക, മിതമായ ഭക്ഷണം കഴിക്കുക, ഫലങ്ങൾ കഴിക്കുക, ധാന്യങ്ങൾ കഴിക്കുക. ഇതിനെല്ലാം ഉപരിയായി കഴിപ്പ് എന്നത് മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഭഗവാനോട് ഒപ്പം വസിക്കുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭഗവാനോടൊപ്പം വസിക്കുക. എന്നാൽ ചോദിക്കാൻ രാത്രിയിലാണ് അടുത്ത ഏറ്റവും വലിയ ഈ വ്രതവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ചടങ്ങുകൾ വരുന്നത്. യാമപൂജ എന്ന് പറയുന്നത് 5 യാമങ്ങളിലായി ഭഗവാനെ 5 സങ്കല്പങ്ങളിൽ പൂജ ചെയ്യിക്കുന്ന ഒരു ചടങ്ങ്, വലിയൊരു പൂജാധികാരങ്ങൾ തന്നെയാണ് ഈ യാമപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അപ്പോൾ രാവിലെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന് ക്ഷേത്രത്തിൽ ഭഗവാനോടൊപ്പം വസിക്കുമ്പോൾ രാവിലെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് മൃത്യുഞ്ജയ ഹോമം അല്ലേ. മൃത്യുവിനെ ജയിക്കാനുള്ള ഹോമം ആണോ? മൃത്യുവിനെ ജയിക്കാനുള്ള ഹോമമാണ് മൃത്യു. നമുക്ക് ഒരിക്കലും മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമമാണ് ശിവരാത്രി അന്ന് രാവിലെ നടക്കുന്നത്. ആണോ? അല്ല. ഈ മൃത്യുഞ്ജയത്തിന്റെ മന്ത്രം എന്ന് പറയുന്നത് ത്രയംബകം ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീമാമൃതാത് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പറയുകയാണ് എങ്കിൽ, ഊർവാരുകം എന്ന് പറയുന്നത് വെള്ളരി എന്ന് പറയും. നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന വെള്ളരിയല്ല, വടക്ക് പ്രദേശങ്ങളിൽ കിട്ടുന്ന ഒരു വെള്ളരിയാണ്. അപ്പോൾ ആ വെള്ളരി മൂത്ത് പഴുത്ത് പാകമായാൽ അതിൻ്റെ വള്ളിയിൽ നിന്നും എങ്ങനെ സ്വയം അടർന്നു മാറുന്നുവോ, സ്വയമായി അതിൻ്റെ ബന്ധനം അറ്റ് എങ്ങനെ മാറുന്നുവോ, അതുപോലെ നമ്മുടെ ഭൂമിയിലെ കർമ്മബന്ധങ്ങൾ എന്ന് അവസാനിക്കുന്നുവോ അന്ന് നമ്മളുടെ മരണം സുഗമമാക്കി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ത്രയംബക മന്ത്രം എന്ന് പറയുന്നത്. ത്രയംബകം ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകം എന്ന ആ ഒരു വെള്ളരി ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീമ, മൃത്യത്തിൽ നിന്നും നമുക്ക് മോക്ഷം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ.